ഇനി വേദിയിലെത്തുന്ന അടുത്ത കണ്ടസ്റ്റന്റ് ധന്യ സുരേഷ് ആൻഡ് വേദിയിലെത്തുന്നു മൈ സ്റ്റൈൽ എന്ന റൗണ്ടിൽ ധന്യയുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റൈൽ ഫാഷൻ, ധന്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു വേഷം അതെങ്ങനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നു, ഹൗ ഡസ് ഷീ ഡിസൈൻ ഇറ്റ്, എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, മേക്കപ്പ് എങ്ങനെ, ഹെയർ എങ്ങനെ, ഓൾ ഇൻ ഓൾ ആസ് എ പാക്കേജ് ധന്യ സുരേഷിന്റെ സ്റ്റൈൽ എന്താണ്, ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം. ആൻഡ് അത് കാഴ്ചവെക്കാൻ എത്തുന്നു നമ്മളുടെ കണ്ടസ്റ്റന്റ്. ധന്യ, മൈ സ്റ്റൈൽ എന്ന ഈ റൗണ്ടിൽ ഒരു ബ്യൂട്ടിഫുൾ സാരി എടുത്തിട്ട് ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി ലവ്ലി. ഇതാണ് അപ്പൊ ധന്യയുടെ സ്റ്റൈൽ. അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം സാരിയാണ്. അപ്പോൾ അതെങ്ങനെ ഈ ഒരു റൗണ്ടില് ധന്യ ഈ സാരി ധന്യയുടേതാക്കി? ഞാൻ സാരി എടുക്കുള്ളൂ എന്ന് ആ സാറ് റൗണ്ട് പറഞ്ഞപ്പോഴേ തീരുമാനിച്ചിരുന്നു. കാരണം ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒന്ന് ചുരിദാറാണ്, പണ്ട് പാവാടിയായിരുന്നു, പിന്നെ കുറച്ചും കൂടി വലുതായപ്പോൾ നമ്മൾ സാരിയായി. ചുരിദാർ കൊണ്ടുവരുന്നേക്കാളും എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് സാരിയിലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ നെറ്റിൻ്റെ സാരികൾ അധികം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറില്ല. അപ്പോൾ നെറ്റാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നെറ്റാകുമ്പം വൈറ്റ് കളർ വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. ബിക്കോസ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് റെഡ്, അതിൻ്റെ ആ ഒരു ചാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കോമ്പിനേഷനും വല്ലാത്തൊരു ചാമുണ്ട്. ആ കോമ്പിനേഷനിൽ വൈറ്റ് നെറ്റ് മാത്രമാകുമ്പം തീരെ അങ്ങ് പ്ലെയിൻ ആവും തോന്നി. അതുകൊണ്ട് അടിയിൽ ഒരു ആൻറ്റിക് വൈറ്റിൽ വരുന്നൊരു ബ്രൊക്കേഡാണ് യൂസ് ചെയ്തത്. ടോപ്പ് പോർഷൻ എന്ത് വന്നാലും നെറ്റ് ആവുമെന്ന് ഉറപ്പായിരുന്നു. അത് നെറ്റിൽ പ്ലെയിൻ നെറ്റ് ആവാതെ കുറച്ച് വർക്കുള്ള നെറ്റാണ് എടുത്തത്. അത് ക്രോഷേ വർക്ക് പോലത്തെ ബട്ട് മെഷീൻ വർക്കുള്ള നെറ്റ്. പിന്നെ വെൽവെറ്റ്, ഇറ്റ് വാസ് ഷുവർ ദാറ്റ് ഈ നെറ്റിൻ്റെ ഒപ്പം ഏറ്റവും അധികം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക വെൽവെറ്റാണ്. അതും ബ്ലാക്ക് ആൻഡ് റെഡ് ആകുമ്പം ബ്ലാക്കിൽ സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തോൽപ്പിക്കാൻ വേറൊരു കളറിനും പറ്റില്ല. അതായിരുന്നു ഈ കളർ കോമ്പിനേഷനിൽ എത്തിയത് അങ്ങനെയാണ്. ഓക്കെ. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഹെയർ ആൻഡ് മേക്കപ്പ്, അത് ഹെയർ ആൻഡ് മേക്കപ്പിൽ ഹെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ഗൂഗിൾ റെഫറൻസ് അതെ, ഗൂഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ഫോട്ടോസ് നമ്മൾ ചോദിച്ചു. ഇവിടുത്തെ നമ്മുടെ മേക്കപ്പ് ചേർമാർ ചോദിച്ചു ഇതിൽ ഏതാവും എനിക്ക് ചെയ്ത്. അപ്പോൾ ഒരു സാരി എടുത്ത് കഴിഞ്ഞിട്ട് കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം അവരാണ് പറഞ്ഞ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിൽ ഇതാവും നിങ്ങൾക്ക് ചേരുകയെന്ന് പറഞ്ഞു. പിന്നെ അവർ ചോദിച്ചു ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഓർണമെൻറ്റ് ചെയ്യണോ, അവിടെ ചെയ്യണോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്തിട്ട് തന്നു. ധന്യ തന്നെ പോയി മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്താണോ? ഞാൻ തന്നെ മെറ്റീരിയൽ വാങ്ങി. ഈവൻ ഈ ലേസ്, സ്റ്റോണ്, വെൽവെറ്റ് എല്ലാം വാങ്ങി. ബ്ലൗസ് എല്ലാ മെറ്റീരിയലും നമ്മൾ തന്നെ വാങ്ങിയിട്ട് ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് ഡിസൈൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് അത്. ഓക്കെ. ആൻഡ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ സ്വന്തമായിട്ടൊരു സാരി ഉണ്ടാക്കിയിട്ടുണ്ടോ? കല്യാണത്തിന് വരെ ചെയ്തു. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇനി ഇത് ചെയ്യാൻ? ഇപ്പൊ നമ്മൾ പോയപ്പോഴാണ് കുറേ തരം കളർ കോമ്പിനേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തിട്ടേ മനസ്സിലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാലേന്ന് തോന്നും. അവർ പറയുമ്പോൾ അവരെക്കാളും നല്ല ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ടെന്ന്, അത് ശരിയാവില്ല എന്ന് അവർ പറയുമ്പോൾ ഇതും ചെയ്യാലേ എന്ന് അവരെന്നോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമുക്ക് തോന്നി നമ്മളും മോശമില്ലേ. അതെ, നമ്മളിലുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ. സോ മൈ സ്റ്റൈലിൽ ധന്യയുടെ സ്റ്റൈൽ നമ്മൾ കണ്ടു. ഈ സ്റ്റൈൽ കൂടുതൽ ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ളൊരു ജഡ്ജ്മെൻറ്റുമാണ് ഇനി ജഡ്ജസ് പറയാൻ പോകുന്നത്. സിതാര ചേച്ചി. ഹായ് ധന്യ. ഹായ് മാം. നന്നായിരുന്നു, താങ്ക് യു. നല്ല കളർ കോമ്പിനേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടത്. പിന്നെ എനിക്ക് ധന്യ നടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ 70s കണ്ട ഷർമിള ടാഗോറിൻ്റെ ഒരു ദ ഹെയർ സ്റ്റൈൽ, എവറിത്തിങ്, അതാണ് മനസ്സിലേക്ക് വന്നത്. പിന്നെ പൊട്ട് കുറച്ചുകൂടെ വലുതാക്കാമായിരുന്നു എന്ന് തോന്നി. എന്ന് വെച്ചാൽ ആ സ്റ്റോണിൻ്റെ ഇസ് ഓക്കെ, ബട്ട് അതിൻ്റെ മുകളിലുള്ള ആ ബ്ലാക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുന്ന കണക്കുള്ള തീരെ കുട്ടിയായി മൈക്രോസ്കോപ്പിക് ആയിപ്പോയി. കുറച്ചും കൂടെ വലുതാക്കാമായിരുന്നു എന്ന് തോന്നി. എന്താണെന്നറിയോ, ബിക്കോസ് അതിൽ ആ ബ്ലാക്ക് ആൻഡ് റെഡ് ഇതൊക്കെ ഭയങ്കര പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കഴുത്തിൽ യു ഹാവ് ഇൻ വോർ എനിത്തിങ്, അതിൻ്റെ ആവശ്യമില്ല. ഓഫ് കോഴ്സ്
ഇവിടെ അതുള്ളത് കൊണ്ട് അത് വേണ്ട. ബട്ട് ആ പൊട്ട് കുറച്ചും കൂടെ ആ ബ്ലാക്ക് വിസിബിൾ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അത്. ബാക്കി കോമ്പിനേഷൻസ് എവറിത്തിങ് ഈസ് ഗുഡ്. പിന്നെ ഒരു പ്ലീസിങ് ആയിരുന്നു. ഇതിലൊരു കുറവ് എന്ന് പറഞ്ഞത് ആ ചെരുപ്പ്. ഞങ്ങളത് വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനോടും പറഞ്ഞു, ഹീൽസ് ഇട്ടിട്ട് നടക്കണം, അപ്പോഴാണ് ആ ഒരു ബ്രിസ്ക് വാക്കിങ്. പിന്നെ കുറച്ചും കൂടെ ഹൈറ്റ് തോന്നും, എസ്പെഷ്യലി സാരിക്ക് ഈവൻ ഇഫ് യു ആർ എ ടോൾ പേഴ്സൺ, ഈ റാം വാക്കിങ്ങിന് ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റൈൽ ഇസ് വേറെ. ആ ഒരു ബ്രിസ്ക് ആ ഒരു ഇത് വരും, നമ്മുടെ ബോഡിക്ക് തന്നെ ആ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. സോ അത്രയും ഹെൽപ്പ് ചെയ്യും വെൻ യു വെയർ ഹീൽസ്. അത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. നല്ലൊരു എഫേർട്ടാണ്. ഐ തിങ്ക് യു ക്യാൻ ഡിസൈൻ അല്ലേ, അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഇത് എടുത്താൽ മതി. ഗുഡ്, വെരി ഗുഡ്. യെസ് ധന്യ, താങ്ക് യു സർ. നന്നായിരുന്നു. ധന്യയുടെ റാംപ് വാക്കിംഗ് വാസ് ഗുഡ്. ഈ പറഞ്ഞ ഒരു ചെരുപ്പിൻ്റെ വളരെ രാവിലെ ഇവിടെ വന്നിട്ട് എഞ്ചിനോട് ആ ചെരുപ്പം തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. മാച്ചും ചെയ്യും. അതാ കണ്ടോ റാംപ് വാക്കിംഗ് നന്നായിരുന്നു. മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു. മ്യൂസിക് ധന്യ തന്നെ ചൂസ് ചെയ്തല്ലേ അല്ലേ? ആ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വാക്കിങ്ങിൽ രണ്ടും ഉണ്ടായിരുന്നു, കോൺഫിഡൻസും കുറച്ച് അറഗൻസ് ഉണ്ടായിരുന്നു. അറഗൻസ് ഉണ്ടാകുമ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. അറഗൻസ് ആവശ്യമാണതിന്. ഹെയർ സ്റ്റൈലിൻ്റെ ഒന്നുകൂടി പറയൂ, അത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല. ഇത് ധന്യ പറഞ്ഞിട്ടാണോ ഈ ഹെയർ സ്റ്റൈൽ വന്നത് അതോ ഇത്? അല്ല, ഹെയർ സ്റ്റൈല് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കേൾ ചെയ്തിട്ട് ഇടാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ കേൾ ചെയ്യുമ്പോൾ ഒന്നാമത് അത് കുറച്ച് ടൈം ടേക്കിംഗ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം അതിൻ്റെ ഒരു പ്രാക്ടിക്കബിലിറ്റി അത് നിർത്തിവെച്ചു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു കുറച്ചിങ്ങനെ മുടി കുറച്ച് കേൾ ചെയ്തിട്ട് ബാക്കി പുട്ടപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം എൻ്റെ ഫേസ് സ്ട്രക്ചറിന് അത് ചേർന്നില്ല. അത് എന്തോ ഒരു വാക്വം പോലെ എന്തോ ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഇതിൽ വന്നിട്ട്. ഈ ഹെയർ സ്റ്റൈലാണ് ഒരു പക്ഷേ ഇപ്പോൾ സിത്താര പറഞ്ഞ പോലെ ഞാൻ ഇതിൽ എഴുതിയതിന് ശേഷം തോന്നി എൻ്റെ ഒരു വീക്ക്നെസ് ആണ് 60s ഉം 70s എന്ന് പറയുന്നത്. ഐ ജസ്റ്റ് ലവ് വാച്ചിങ് ആ കാലഘട്ടത്തിലെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ദിവസവും രാവിലെ 1-1.5 മണിക്കൂർ അത് കേട്ടിരിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിത് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെനിക്ക് തോന്നിയത് ഈ ഹെയർ സ്റ്റൈല് ഷർമിള ടാഗോർ അതുപോലെ പോസ്റ്റ് സാധനയിൽ നിന്നാണ് ഈ ഇൻഫ്ലുവൻസ് വരുന്നത്. ഈ സാധന വന്ന കാലഘട്ടത്തിലുള്ള മലയാള പടങ്ങൾ നോക്കിയല്ല, അന്ന് ശാരദ, ഞാനൊരു ചാനലിന് വേണ്ടി ശാരദ മാഡത്തിനെ ഇൻ്റർവ്യൂ ചെയ്താൽ പോയപ്പോൾ അവർ പറഞ്ഞിരുന്നു അത് എന്നോട്. അന്ന് സാധനയെ പോലെ മുടി ചെയ്യാനാണ് എല്ലാവരും അവരടക്കം ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പീരിയഡാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും അങ്ങനെ വരികയാണെങ്കിൽ മ്യൂസിക് കുറച്ചുകൂടിയും ആ ലൈനിൽ വരികയാണെങ്കിൽ വേറൊരു മൂഡ് വരുമായിരുന്നു ഇതിന്. അതുപോലെ തന്നെ ആ കൈ ഇതുവരെയുള്ള സ്റ്റൈലും എല്ലാം ഇറ്റ് ഈസ് ടേക്കിംഗ് അസ് ബാക്ക് ടു ദാറ്റ് പീരിയഡ്. ഇപ്പം അത് ഉദ്ദേശിച്ചിരുന്നോ അതോ അത് അല്ല, ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പഴയ ട്രെൻഡ് ആണ്. ഈവൻ മുംതാസ് സ്റ്റൈൽ സാരി റാപ്പ് അതുവരെ ഉണ്ട്. അങ്ങനെ സാരി എടുത്തിട്ടാണ് പല മോഡൽസും ഇപ്പൊ നടക്കുന്നത് തന്നെ. മുംതാസ് സ്റ്റൈൽ കുറേ പഴയ സ്റ്റൈലാണ്. ഇപ്പം ആക്ച്വലി ഇസ് ഗോയിങ് ബാക്ക്. അതാണ് ട്രെൻഡ്, അതാണ് ഇപ്പോഴത്തെ ഗോയിങ് ബാക്ക് ഓർ ഇറ്റ്സ് കമ്മിങ് ബാക്ക്. പുറത്തെന്തോ ഒരു ചിത്രപ്പണി ചെയ്തിരുന്നോ? അത് എനിക്കാരും കാണും. അതൊരാവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിവേ നന്നായിരുന്നു. താങ്ക് യു. അനു ചേച്ചി, ആദ്യമായിട്ട് ധൈര്യത്തോടു കൂടി ഞാൻ ചേച്ചിയെ വിളിച്ചു. കാരണം എവിടുന്ന് ഞാൻ ചേച്ചിയല്ല, ഇന്നാണ് ഞാൻ ഇതുവരെ മറുപടി കേട്ടോണ്ടിരുന്നത്. എന്തായാലും ചേച്ചി നല്ല രസമുണ്ടായിരുന്നു, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ല സാരി. എനിക്ക് ഒന്നാമത് ഈ ഡ്രസ്സൊന്നും സാരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. സാരിയാണ് എനിക്കും ഭയങ്കര ഇഷ്ടം. ഞാനും എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോയാലും സാരിയാണ് എപ്പോഴും ചൂസ് ചെയ്യാം. എന്തായാലും നല്ല കോമ്പിനേഷൻ. എനിക്കും റെഡും ബ്ലാക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേച്ചീനെ കണ്ടു വന്നപ്പോഴത്തേക്കും തീർന്നു പോയി. ഞാൻ പുള്ളി ചേച്ചി നടക്കണതൊക്കെ നോക്കി വന്നപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ടാറ്റു ഒട്ടിച്ചത് ചേച്ചി അറിയാണ്ട് ചെയ്തത് മോശമായി പോയിട്ടോ. അല്ല, ചോദിച്ചപ്പോ ഇറങ്ങാൻ നേരത്തെ 2-3 പേര് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു വലിക്കും. ഇവിടെ എന്തൊക്കെയാ വലിക്കുന്നത്? അല്ല, പുള്ളിച്ചേട്ടൻ ചോദിച്ചപ്പോഴത്തേന് അങ്ങനെ ഒരു സാധനം ഉണ്ടോന്നൊരു സംശയം, എന്താണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു സാധനം അല്ല, കല്യാണത്തിനൊക്കെ ഇങ്ങനെ പെൺകുട്ടികൾ ഇവിടെ ഇങ്ങനെ അത് ശരിക്കും മരച്ചിരുന്നെങ്കിൽ ഓക്കെ, പിന്നെയും ബോഡിയിൽ ഉണ്ടെന്ന് വിചാരിക്കും. പച്ച കുത്തിയതാന്ന് വിചാരിക്കും. ഇത് കണ്ടാ കുറെ സാധനം ഒട്ടിച്ചു വെച്ചേക്കണം. എന്തായാലും
ഡിസൈൻ ചെയ്യാനൊരു കഴിവുണ്ട്. എന്തായാലും അതും കൂടി ചെയ്യുക ഇതിൻ്റെ കൂടെ. ഓൾ ദി ബെസ്റ്റ്. Cool. So ധന്യ കോമൻസ് കേട്ടു. ഡെഫിനറ്റ്ലി ഫ്രം എനിക്കിത് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ഇതാണ് എൻ്റെ പ്രശ്നം. ഹെഡ് പീസിൽ ഞാൻ 2 ഇട്ടില്ലായിരുന്നു, ഞാൻ 1 ഇട്ടില്ലായിരുന്നു. പേഴ്സണലി 2 പീസല്ലേ? തല താത്താമോ? I think that nice white one is still കുറച്ച് ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ദ വൺ ഓൺ ദ സൈഡ്. പിന്നെ നമ്മൾ എപ്പോഴും മൈ സ്റ്റൈലിൽ ധന്യയുടെ സ്റ്റൈലിൽ തന്നെ പോർട്രേ ചെയ്യാൻ നോക്കുകയാണ്. എന്നാലും ആ ഒരു വീണ്ടും കാണുന്നത് ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എലിമെൻറ്റ് നമുക്ക് കാണുമ്പോൾ ധന്യ പേഴ്സണലി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഐഡിയ ആണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണ്, ഇവിടുന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണ് തോന്നുന്നത്. ഞാൻ പേഴ്സണലി വേറൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തേനെ. ബിക്കോസ് ഐ തിങ്ക് ഇതൊരു വളരെ കോമൺ ആയ ഒരു ഹെയർ സ്റ്റൈലാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ്. മേ ബി ധന്യയ്ക്ക് തന്നെ വീട്ടിലിരുന്ന് കുറേ ട്രൈ ചെയ്യാമായിരുന്നു, എക്സ്പെരിമെൻറ്റ് ചെയ്യാമായിരുന്നു. കേൾസ് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദിസ് ഇസ് എനിക്ക് പ്രായം കൂടി തോന്നുന്നു അല്ലേ? തോന്നിയില്ലേ തനിക്ക് തന്നെ? മുടി കെട്ടി ആർക്കും പ്രായം തോന്നും. ഇപ്പൊ എനിക്കും പ്രായം കൂടി തോന്നുന്നുണ്ട്. അതാണ് ഞാൻ മുടി എപ്പോഴും അഴിച്ചിടുന്നത്. സോ അങ്ങനത്തെ കുറച്ച് ഗിമിക്സ് യൂസ് ചെയ്യായിരുന്നു. ബട്ട് ഐ ഹാവ് ടു സേ യൂഷ്വലി ഞാൻ വലിയൊരു സാരി ഫാനൊന്നും അല്ല കേട്ടോ. ബട്ട് ദർ ഇസ് സംതിങ് ചാമിങ് അബൌട്ട് വാട്ട് യു വെയറിങ്. എന്തോ ഉണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് വെൽവെറ്റ് ഇഷ്ടമല്ല. പേഴ്സണലി എനിക്ക്, പക്ഷെ പേഴ്സണൽ അല്ലല്ലോ ഇത്. ബട്ട് ദർ ഇസ് സംതിങ് ഓവറോൾ ധന്യ ചെയ്തിരിക്കുന്ന ഒരു സാധനം, ഇറ്റ് വർക്ക്സ് ഓൺ സം ലെവൽ. ധന്യയുടെ തലയും ആ ടാറ്റു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ബോഡി വൈസ്, ബിക്കോസ് ദ ഹെയർ ഐ ഡോണ്ട് ലൈക്ക് വിത്ത് ഇറ്റ്. ഓക്കെ.